എന്താണ് അഫർമേഷൻസ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അഫർമേഷൻസ് മീൻസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് അഫർമേഷൻസ്. മലയാളത്തിൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ എന്ന് പറയാം. അഫർമേഷൻസ് പറയുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അത് പോസിറ്റീവ് ആയിരിക്കണം. ഒരു നെഗറ്റീവ് വേർഡ് പോലും അതിൽ നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ എന്ത് വേണം, വളരെ വ്യക്തതയോടുകൂടി പറയണം. പിന്നെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിരിക്കണം. പിന്നെ എന്ത് വേണം, അഫർമേഷൻസ് എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ വേണം പറയേണ്ടത്. നമ്മൾ ഓർക്കേണ്ടത് വേർഡ്സ് ആർ ലൈക്ക് മന്ത്രാസ്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് പൂജാരിയോട് പൂജ ചെയ്യാൻ പറയുന്നത്, ആ പൂജാരി കുറേ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉച്ചരിക്കുന്നത്, അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് അത് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ പറയുന്ന വേർഡ്സാണ് ആക്ച്വലി മന്ത്രാസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ മാറ്റാൻ ഈ അഫർമേഷന് സൂപ്പർ പവർ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയോ? നമ്മൾ പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട്, എൻ്റെ മക്കളോട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട്, അച്ഛനോട്. അതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഡെയിലി സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മൾ എന്ത് പറയും, എനിക്കത് പറ്റൂല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല, എനിക്ക് തീരെ ഭാഗ്യമില്ല. ഇങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ, ആക്ച്വലി നിങ്ങൾ വെറുതെ സംസാരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിനൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്? എന്നെ കൊണ്ടത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വാക്കുകൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചിന്ത ശ്രദ്ധിക്കണം. തോട്ട്സ് എന്തായി മാറും? വാക്കുകളായി മാറും. വാക്കുകൾ എന്തായി മാറും? വിശ്വാസമായി മാറും. വിശ്വാസം ആക്ഷനായി മാറും. ആക്ഷൻ മാറിയാൽ ജീവിതം ഉറപ്പായിട്ട് മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അഫർമേഷൻ്റെ പവർ. അഫർമേഷൻ എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് റിയാലിറ്റിയെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ റിയാലിറ്റിയിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല എന്ന് പറയാം, തീരെ ആത്മവിശ്വാസം ഇല്ല. അപ്പം നമ്മൾ എന്ത് പറയണം? എൻ്റെ ആത്മവിശ്വാസം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയണം. അപ്പോൾ ആക്ച്വലി നമ്മളൊരു 10,000 വട്ടം നമ്മൾ ആത്മവിശ്വാസം ഇല്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 10,001 വട്ടം നമ്മൾ അതിനേക്കാളും കൂടുതൽ ടൈം നമ്മൾ ആ ഒരു അഫർമേഷൻ പറയുമ്പോൾ മാത്രമേ അത് നമ്മൾ വർക്ക് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ തീരെ സന്തോഷമില്ല, നിങ്ങളൊരു കണ്ടിന്യൂസ്ലി കുറച്ച് സമയം ഇങ്ങനെ പറഞ്ഞു നോക്കി, ഐ എം ഹാപ്പി ഓൾവേസ്, ഐ എം ഹാപ്പി ഓൾവേസ്, ഐ എം ഹാപ്പി ഓൾവേസ്. കണ്ടിന്യൂസ്ലി പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് അഫർമേഷൻ വേണ്ടത്? ഹെൽത്താണോ, വെൽത്താണോ, കരിയറാണോ, റിലേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ഓവറോൾ ഹാപ്പിനെസ് ആണോ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരേ ചിന്ത തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂറൽ പാത്വേസ് സൃഷ്ടിക്കപ്പെടും. അപ്പം നിരന്തരം എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താക്കും? അതുപോലുള്ള നമുക്ക് അവസരങ്ങളേ ഉണ്ടാവില്ല. പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് പറയണം? എന്നെ കൊണ്ടെല്ലാം പറ്റും, ഭാഗ്യം എന്നെ തുണച്ചുകൊണ്ടേയിരിക്കുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻസ്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി വേണം, അപ്പോൾ ജോലിക്കായിട്ടുള്ളൊരു അഫർമേഷൻ പറയണം. ഓൾറെഡി നേടിക്കഴിഞ്ഞ രീതിയിൽ വേണം നമ്മൾ അഫർമേഷൻ പറയാൻ. പിന്നെ അഫർമേഷൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫീലിങ്ങോട് കൂടി പറയുന്നത് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മനസ്സിന് അല്പം വിശ്വസിക്കാൻ പറ്റണം. ഉദാഹരണത്തിന്, നാളെ ഞാൻ ബില്യണിയർ ആകും. അപ്പം നമ്മുടെ മനസ്സ് വിശ്വസിക്കും ഇത് ശരിക്കും സംഭവിക്കുമോ? അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ്? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. എന്തുകൊണ്ട്? അത് നടക്കില്ല. നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞാൻ ബില്യണിയർ ആകും എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളൊരു സാധാരണക്കാരനായ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തോന്നിയാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് എന്താണ്? ബിലീവബിൾ അഫർമേഷൻസ് വേണം പറയാൻ. നമുക്ക് അതിന് പകരം എന്ത് പറയാം? നാളെ ഞാൻ ബില്യണിയർ ആകും എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? പണം നിരന്തരം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പണം വിവിധ മാർഗങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം? എൻ്റെ ബാങ്ക് ബാലൻസ് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അഫർമേഷൻസ് ഒന്നും കൂടി നമ്മൾ ഒരു വിശ്വാസത്തോടെ നമുക്ക് വർക്ക് ചെയ്യുന്നു നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ അഫർമേഷൻസ് പറയുമ്പോൾ എപ്പോഴത് പ്രസൻറ്റ് ടെൻസിൽ പറയണം. പിന്നെ എന്താണ്? പോസിറ്റീവ് വേർഡ്സ് മാത്രം യൂസ് ചെയ്യണം. മൂന്നാമത്തെ എന്താണ്? നല്ല ക്ലാരിറ്റിയോട്, നല്ല വ്യക്തതയോട് കൂടി വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. പിന്നെന്ത് വേണം? നമ്മൾ ഫീലിങ്ങോട് കൂടി പറയണം.
പിന്നെ അഞ്ചാമത്തത് ചുമ്മാ ഇരുന്നിട്ട് അഫർമേഷൻ പറഞ്ഞാൽ മതിയോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ മസ്റ്റായിട്ട് എടുക്കണം. ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെയുണ്ട് ആക്ഷൻ എന്നുള്ള വേർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫർമേഷൻ പ്ലസ് ബിലീഫ് പ്ലസ് ആക്ഷൻ ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് വേണ്ട ലൈഫിൽ വേണ്ട അഫർമേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ്ലി നിങ്ങളൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും, സൂപ്പറായിട്ട് നടക്കും. എൻ്റെ ലൈഫിലുണ്ടല്ലോ ഒരുപാട്, ഞാൻ ആദ്യം എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം ജോലിക്ക് വേണ്ടിയിട്ട് അഫർമേഷൻ പറഞ്ഞു നോക്കി. ഞാൻ ഖത്തറിലായിരുന്നു മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി, ഖത്തറിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി ജോലി ലഭിച്ചതിന് നന്ദിയെന്ന് കണ്ടിന്യൂസ്ലി പറഞ്ഞു നോക്കി. ഡ്രൈവ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ എല്ലാം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു 13ാമത്തെ ദിവസം എനിക്ക് ആ ഒരു ജോലി കിട്ടി. അപ്പോൾ ആദ്യം നമ്മളെന്താ വിശ്വസിക്കേണ്ടത്, ഉറപ്പായിട്ട് എനിക്ക് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് വേണം. അല്ലാണ്ട് തീരെ വിശ്വാസം ഇല്ലാണ്ട് ഒരാൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കില്ല. നമ്മളൊരു വിശ്വാസത്തോടെ എന്നെക്കൊണ്ട് പറ്റും. പല പല കാര്യങ്ങളിൽ ഞാൻ മക്കളുടെ പഠന കാര്യത്തിലും ഹസ്ബൻഡിൻ്റെ ജോലി കാര്യത്തിലും വീട്ടിലെ കാര്യങ്ങൾക്കും പല പല ഏരിയാസിലും ഞാൻ പറഞ്ഞു നോക്കി ആദ്യകാലങ്ങളിൽ. അപ്പോൾ പല സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടാകുമ്പോൾ എനിക്ക് അതിലൊരു വിശ്വാസം വന്നു. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അഫർമേഷൻസ് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യത്തെ അരമണിക്കൂറിൽ നിങ്ങൾ അഫർമേഷൻസ് പറയാൻ യൂസ് ചെയ്യും. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നത്തെ ഹാഫ് ആൻ അവറിൽ നിങ്ങൾ പറയാൻ. പിന്നെ നിങ്ങൾക്ക് ഏത് സമയമൊന്നുമില്ല, നിങ്ങൾ പകലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ അതും ചിന്തിച്ച് കൊണ്ടിരിക്കുന്നതിന് പകരം എന്ത് പറയണം, നമ്മൾ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നല്ല നല്ല അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കണം. കുറച്ച് അഫർമേഷൻസ് പറഞ്ഞുതരാം. നമ്മൾ എന്ത് പറയണം, ഐ എം ഹാപ്പി ഓൾവേസ്. പിന്നെ നമ്മുടെ വീട്ടിൽ സന്തോഷം എപ്പോഴും വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൻ്റെ വീട്ടിൽ സന്തോഷം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്ത് പറയാം, ഐ എം ഹെൽത്തി ഓൾവേസ് എന്ന് പറയാം. പിന്നെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമല്ല ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പറയാം, ഐ എൻജോയ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. പിന്നെ നമ്മൾ പണത്തെ ഒരുപാട് സ്നേഹിക്കുന്നത്, ഐ ലവ് മണി ആൻഡ് മണി ലവ്സ് മീ എന്ന് പറയാം. പിന്നെ എന്ത് പറയാം, നമ്മുടെ ശരീരത്തിന് നന്ദി പറയാം. നമുക്ക് ഈ പ്രപഞ്ച ശക്തിക്ക് തന്നെ നന്ദി പറയാം. അങ്ങനെ നമുക്ക് എന്ത് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റിലും നല്ല നല്ല ആൾക്കാരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം. അതിനെന്ത് പറയാം, ഐ എം ഓൾവേസ് സറൗണ്ടഡ് വിത്ത് പോസിറ്റീവ് സപ്പോർട്ടീവ് കെയറിങ് ആൻഡ് ലവിങ് പീപ്പിൾ എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ അഫർമേഷൻ പറയാം. എൻ്റെ പരിപൂർണ്ണ ആരോഗ്യത്തിന് നന്ദി എന്ന് പറയാം. നമുക്കെല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ മടിയല്ലേ. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അലൗ ടു ഡു എക്സസൈസ് ഡെയിലി, അലൗ ടു ഡു എക്സസൈസ് ഡെയിലി. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഇന്ന ടൈമൊന്നുമില്ല, എത്രമാത്രം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ അഫർമേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കാട്ടിലൂടെ ആദ്യമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ആദ്യം അവിടെ ഒരു വഴിയുമില്ല. നമ്മൾ ആദ്യം ഒരു കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ ഒരു വഴി ഉണ്ടാവുമോ, പിന്നെ നമ്മൾ കുറച്ച് ദിവസം നടക്കുമ്പോൾ ചെറിയൊരു വഴി വരും, നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറേ അതിലൂടെ നടക്കുമ്പോൾ എന്താവും, ആ വഴി വലിയൊരു വഴിയായി മാറും. എന്നുവെച്ചാൽ സൂപ്പറായിട്ടുള്ള നല്ലൊരു റോഡായിട്ട് മാറും. അപ്പോൾ എന്തായി മാറും, ആദ്യം ഒരു വഴി ഉണ്ടായില്ല, പിന്നെ ചെറിയ വഴി പതുക്കെ വലിയ വഴിയായി മാറും. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് എളുപ്പത്തിൽ ആ വഴിയിലൂടെ നടക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും സംഭവിക്കുന്നത്. നമ്മൾ ഒരു ചിന്ത ആദ്യമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ്, ഒരു ചെറിയ പാത. പക്ഷെ വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ആ ഒരു ന്യൂറൽ പാത്വേ ശക്തമാകുന്നു. നമ്മൾ കണ്ടിന്യൂസ്ലി ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആയി മാറും. വീണ്ടും വീണ്ടും അതേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വഴി കൂടുതൽ എളുപ്പമായി മാറുന്നു. അപ്പോൾ നമ്മൾ നിരന്തരം നമുക്ക് വേണ്ട അഫർമേഷൻസ് കണ്ടിന്യൂസ്ലി പറയുമ്പോൾ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കും, സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ട അഫർമേഷൻസ് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ അഫർമേഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാവില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡും ആയിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബെറ്റർ ആക്കണം. അപ്പോൾ എന്ത് പറയുക, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അനുനിമിഷം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് അഫർമേഷൻ വേണം അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മക്കൾ അത്രമാത്രം പഠിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ പഠനത്തിൽ അത്ര ഒരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എൻ്റെ മക്കൾക്ക്
പഠനത്തോടുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വളരെ നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഫർമേഷൻസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ഇത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് വിശ്വാസമാണ് കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വേണം നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സംഭവിക്കുന്നത്, അല്ലാണ്ട് വലിയ ഇപ്പോൾ എവിടെയോ ഇരിക്കുന്ന ഒരാൾ നാളെ രാവിലെ എണീച്ചിട്ട് എനിക്ക് ഇന്ത്യൻ പ്രസിഡൻ്റാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓക്കെ നമ്മൾ കുറച്ച് ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഫർമേഷൻ പറഞ്ഞു നോക്കൂ. അപ്പോൾ അത് നമുക്കത് നടന്നു കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഫർമേഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു വിശ്വാസം വരും, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ വെറുതെ അതും ഇതും ഓവർ തിങ്ക് ചെയ്തിട്ട് ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ ആരോടെങ്കിലും കുറ്റം പറയുന്ന സമയം, ആ സമയമൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. വെച്ചാൽ ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പറയും, അത് നടക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലിയ വലിയ കാര്യങ്ങൾക്ക് പറഞ്ഞു നോക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സീക്രട്ട് എന്താണ്? കൺസിസ്റ്റൻസി, സ്ഥിരതയോടെ ആരാണ്, അല്ലാണ്ട് 2 ദിവസം പറഞ്ഞിട്ട് ഇത് നടക്കാത്തത് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ആരാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത്, സ്ഥിരതയോടുകൂടി കണ്ടിന്യൂസ്ലി, ഒരു ദിവസം എന്നല്ല കണ്ടിന്യൂസ്ലി നമ്മൾ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താവും? നമ്മുടെ ന്യൂറൽ പാത്വേ ശക്തമാവും. ആ ഒരു അഫർമേഷൻ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും റിയാലിറ്റി ആയിട്ട് വരും. സോ ഇന്നു മുതൽ നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കൂ, നല്ല വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കൂ, നല്ല പ്രവൃത്തികൾ പരിശീലിക്കൂ. കാരണം നിങ്ങൾ ഇന്നുണ്ടാക്കുന്ന ചെറിയൊരു ന്യൂറൽ പാത്വേ നാളെ നിങ്ങളുടെ ജീവിതത്തിലെ വഴിയായി തന്നെ മാറും. താങ്ക് യു.